പത്തനംതിട്ട AR ക്യാമ്പിൽ തോക്ക് പരിശോധിക്കുന്നതിനിടെ വെടിപൊട്ടി. ഡ്യൂട്ടിക്ക് പോകുന്ന ഉദ്യോഗസ്ഥൻ നൽകിയ തോക്ക് ആർമൽ SI പരിശോധിക്കുന്നതിനിടെയാണ് വെടിപൊട്ടിയത്. ശരിയായ പരിശീലനം നേടിയ ഉദ്യോഗസ്ഥനാണ് തോക്ക് പരിശോധിച്ചതെന്നും അസിസ്റ്റന്റ് കമാൻഡിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രവീൺ, എന്താണ് സംഭവിച്ചത്? റോഷ്നി, സാധാരണ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ആയുധങ്ങൾ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിന് എതിർവശത്തുള്ള ആംഡ് ക്യാമ്പിലാണ് സൂക്ഷിക്കാറ്. അവിടെ ദിനംപ്രതി ഇതിന്റെ പരിശോധനകളും ഒപ്പം തന്നെ വിലയിരുത്തലുകളും ഒക്കെ നടത്താറുണ്ട്. അതായത് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ തോക്ക് ഉൾപ്പെടെ ആയുധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു ആർമഡ് SIയുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് കൊടുത്തുവിടുക. ഇന്ന് സുരക്ഷാ ഡ്യൂട്ടിക്കായി പോവുകയായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പതിവ് പരിശോധനയുടെ ഭാഗമായി ഈ ആർമർ SIയുടെ കൈവശം ഒരു തോക്ക് കൊടുത്തു. അത് പരിശോധിക്കുന്നതിനിടെ ആർമർ SI പരിശോധിക്കുന്നതിനിടെ ഈ വെടി പൊട്ടുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ ജില്ലാ പോലീസ് മേധാവിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ആർമർ SI ഇത് പരിശോധിക്കാൻ വിദഗ്ധനായിട്ടുള്ള ആളാണ്. ഏത് സാഹചര്യത്തിലാണ് വെടി പൊട്ടിയത് എന്നത് സംബന്ധിച്ച് അത് പ്രത്യേകം ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിക്കും. അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിക്കുന്നുണ്ട്. സാധാരണ നിറത്തോക്ക് അല്ലാതെയാണ്, അതായത് അതിനകത്ത് ഉണ്ട നിറക്കാതെയാണ് സാധാരണ പരിശോധനയ്ക്ക് കൊടുക്കുക. അത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഉണ്ടകൾ നിറച്ചാണ് ഈ പരിശോധനയ്ക്കായി കൊടുത്തത്. അത് ഈ ആർമർ SIക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം അത് പരിശോധിച്ചപ്പോൾ വെടി പൊട്ടിയതെന്നാണ് നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും ജില്ലാ പോലീസ് മേധാവി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഈ AR ക്യാമ്പിൽ വെടി പൊട്ടി എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്.